ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് വോയിസ് ഓഫ് ലവ് മലയാളം യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ സ്റ്റോറീസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് പുതിയ സ്റ്റോറിയിലേക്ക് പോയാലോ? ഇത് ഒരുപാട് തവണ ഞാൻ റീപോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഇത് കേട്ടിട്ടും ഉണ്ടാവും. കേട്ടിട്ടുള്ളവർ വീണ്ടും കേട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. നമ്മുടെ പുതിയ സ്റ്റോറിയുടെ പേര് എൻ കാതിലെ എന്നതാണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. റീപോസ്റ്റ് സ്റ്റോറിയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇവിടെ നിന്ന് ആനയിച്ചകത്ത് കയറ്റാൻ വിളക്കും താല്പര്യമൊന്നുമില്ല. വേണമെങ്കിൽ അകത്ത് കയറി വാടി. ദേ, ഭർത്താവാണെന്ന് അവകാശം വെച്ചിട്ട് എൻ്റെ മെക്കെട്ട് കയറാനെങ്ങാനും വന്നാ താനെൻ്റെ തനി സ്വഭാവം അറിയും. ഇനി നിന്റെ എന്ത് തനി സ്വഭാവം കാണാനാണ് ഇപ്പല്ലേ? അവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്ന് വേറെ ഇറങ്ങത്തേ ഉള്ളൂ. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞകത്തേക്ക് പോയി. അവൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. അയൽപക്കത്തുള്ളവരുടെ തലകൾ മതിൽ വഴി തനിക്ക് നേരെ ഉയരുന്നത് കണ്ട് അവൾക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അല്ലെങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിലെ ആസ്ഥാന തെമ്മാടിയും കള്ളുകുടിയനും അടിയും തല്ലുമായി നടക്കുന്ന ദേവദത്തിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ അത്ഭുത ജീവിയെപ്പോലെ നോക്കുകയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൾ ഒരു മടിയോടെ അകത്തേക്ക് കയറി. വീട് കാണുമ്പോൾ തന്നെ ആൾതാമസം ഇല്ലാത്തതാണെന്ന് മനസ്സിലായി. മുറ്റത്ത് മുഴുവൻ കരിയിലയും പുല്ലും, വീടിന്റെ അകത്താണേൽ മാറാലയും പൊടിയുമായി ആകെ ഒരു പ്രേതഭവനം ലുക്ക്. അവൾ പതിയെ അകത്തേക്ക് കയറി. ഉമ്മറത്തൊരു നീളൻ വരാന്ത, അകത്ത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാള്, 2 മുറികൾ ഉള്ള ഒരു അടുക്കള. പെട്ടെന്ന് അവൾ റൂമിൽ നിന്നും ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നു. തൻ്റെ ബുള്ളറ്റിന്റെ കീ കയ്യിൽ കറക്കിക്കൊണ്ട് അവളെ മറികടന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ. ഡി, നിന്റെ പേരെന്താ? അവൻ പിന്തിരിഞ്ഞ് അവളെ നോക്കി ചോദിച്ചു. വർണ്ണ. വർണ്ണയാ? അതെന്തു പേരാ? വർണ്ണ, അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു. മുട്ടോളം മുടിയുള്ള നല്ല ഉണ്ട കണ്ണുള്ള എന്തോന്ന് അവളുടെ പേര്? അനിതയല്ല, ആത്മികയുടെ അനീതിയല്ലേ നീ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താതെ എന്താ അനീതിയുടെ കല്യാണം നടത്തിയത്? അത് പിന്നെ അയാളുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ അവൾ നിന്നു. അല്ലെങ്കിൽ വേണ്ട പുല്ല്, ഞാനെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ വരണേ? അവൻ സ്വയം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് അവൾ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. ഡി, വീണ്ടും അയാളുടെ ഘനഗാംഭീര്യ ശബ്ദം ഉയർന്നത് അവൾ ഞെട്ടി. നിനക്ക് പ്രായപൂർത്തിയായിരുന്നാ? എന്ത്? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. നിനക്ക് 18 വയസ്സായോന്ന്? അല്ല, കണ്ട വലിയ പ്രായമൊന്നും തോന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് 20 വയസ്സായി. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേന് ഞാൻ ബാലവിവാഹത്തിന് കോടതി കയറേണ്ടി വന്നേനെ. അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ബുള്ളറ്റിൽ കയറി ചീറിപ്പാഞ്ഞു പുറത്തേക്ക് പോയി. നീ ചോറിത്തവളെ, എന്നെ കളിയാക്കാൻ നീ ആരാ? അവൻ പോകുന്ന നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഇൻട്രോ പാർട്ടാണ്. നാളെ തൊട്ട് നമ്മൾ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻട്രോ കേട്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നാളത്തെ പാർട്ടോട്ട് കേൾക്കാൻ ശ്രമിക്കണം. എന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ബൈ കേട്ടോ, നാളെ കാണാവേ.